വത്തിക്കാൻ ഭരണാധികാരിയും ആഗോള കത്തോലിക്ക സഭയുടെ തലവനുമായ പോപ്പ് ലിയോ 14 നടത്തിയ യുദ്ധവിരുദ്ധ പ്രസംഗത്തെ തുടർന്ന് അമേരിക്കയും വത്തിക്കാനും തമ്മിലുള്ള ബന്ധം ചരിത്രത്തിലെ ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. യുദ്ധവിരുദ്ധ പ്രസംഗം നടത്തിയ പോപ്പ് ലിയോക്കെതിരെ കടുത്ത മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം രംഗത്തെത്തിയതാണ് പുതിയ ഈ തർക്കങ്ങൾക്ക് തുടക്കം കുറിച്ചത്. വത്തിക്കാൻ അമേരിക്കയുടെ ഭാഗത്ത് നിൽക്കുന്നതാണ് നല്ലതെന്ന തരത്തിലുള്ള ഒരുതരം ഭീഷണിയാണ് വൈറ്റ് ഹൗസിൽ നിന്നും ഉണ്ടായതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതോടെ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പോപ്പ് ലിയോ തൻ്റെ നിശ്ചയിച്ചിരുന്ന അമേരിക്കൻ സന്ദർശനം റദ്ദാക്കുകയും ചെയ്തു. ആഗോള സമാധാനത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടും യുദ്ധങ്ങൾക്കെതിരെ കർശന നിലപാട് സ്വീകരിച്ചുകൊണ്ടും പോപ്പ് നടത്തിയ ഒരു പ്രസംഗമാണ് ട്രംപ് ഭരണകൂടത്തെ ചൊടിപ്പിച്ചത്. ലോകശക്തികൾ ആയുധങ്ങൾ ഉപേക്ഷിക്കണമെന്നും നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്നും പോപ്പ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അമേരിക്കയുടെ സൈനിക താൽപര്യങ്ങളെയും വിദേശ നയങ്ങളെയും തടസ്സപ്പെടുത്തുന്ന നീക്കമാണ് ഇതെന്ന് പെന്റഗണും വൈറ്റ് ഹൗസും വിലയിരുത്തുന്നു. സമാധാനത്തിന്റെ പക്ഷം ചേരുന്നതിന് പകരം അമേരിക്കയുടെ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകണമെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നിലപാട്. അമേരിക്കൻ വിദേശ നയത്തിന് വിരുദ്ധമായ പ്രസ്താവനകൾ വത്തിക്കാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അംഗീകരിക്കാൻ ആവില്ലെന്ന് ട്രംപ് ഭരണകൂടം വ്യക്തമാക്കുകയും ചെയ്തു. അമേരിക്കൻ സന്ദർശനം റദ്ദാക്കിയ പോപ്പിന്റെ നടപടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. സഭയുടെ ആത്മീയ നേതാവിനെതിരെ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുന്ന അമേരിക്കയുടെ നീക്കത്തിനെതിരെ ആഗോളതലത്തിൽ പ്രതിഷേധം ഉയരുന്നുണ്ട്. യുദ്ധം തകർത്തുകൊണ്ടിരിക്കുന്ന ലോകത്ത് സമാധാനത്തിന് വേണ്ടി സംസാരിക്കുക എന്നത് വത്തിക്കാന്റെ കടമയാണെന്നും അതിനെ ഭീഷണിയിലൂടെ നേരിടുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നും വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. വത്തിക്കാനും വാഷിംഗ്ടണും തമ്മിലുള്ള ഈ അസാധാരണമായ ശീതയുദ്ധം ഇനി വരുന്ന ദിവസങ്ങളിൽ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയം ആത്മീയ മണ്ഡലങ്ങളിലും സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് ഈ ഭീഷണി എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതുകൂടാതെ ഇറാൻ യുദ്ധത്തിൽ നയതന്ത്രപരമായ പരാജയം ഏറ്റുവാങ്ങിയതിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ ജനരോഷം ഉയരുകയാണ്. ഇറാൻ യുദ്ധം ഉൾപ്പെടെ സമീപകാലങ്ങളിൽ ട്രംപ് സ്വീകരിച്ച വിവാദപരമായ തീരുമാനങ്ങൾക്കും നിലപാടുകൾക്കുമെതിരെ മുദ്രാവാക്യം വിളികളുമായി നിരവധി ആളുകളാണ് തെരുവിലേക്ക് ഇറങ്ങിയത്. ഡൊണാൾഡ് ട്രംപിനെ ഇംപീച്ച് ചെയ്യണമെന്ന ആവശ്യത്തെ അംഗീകരിക്കുന്നവരാണ് ഭൂരിഭാഗം അമേരിക്കക്കാരുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് സംബന്ധിച്ച സർവേ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. ഇതുപ്രകാരം 52% അമേരിക്കക്കാരും ട്രംപിന്റെ ഇംപീച്ച്മെന്റിനെ പിന്തുണയ്ക്കുന്നവരാണ്. 40% പേരാണ് സർവേയെ എതിർത്തതെന്നും ന്യൂസ് വീക്ക് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഫ്രീ സ്പീച്ച് ഫോർ പീപ്പിൾ എന്ന സംഘടനയുടെ സ്ഥാപകനും നിലവിൽ അധ്യക്ഷനുമായ ജോൺ ബേണിഫസ് ആണ് ഈ പോൾ നടത്തിയത്. ഏറ്റവും വലിയ നയതന്ത്രപരമായ പരാജയമെന്ന് അടുത്തിടെ വിശേഷിപ്പിക്കപ്പെട്ട ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിൽ ട്രംപിന് അമേരിക്കയിൽ പിന്തുണ നഷ്ടപ്പെടുന്നതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇറാനെതിരായ സൈനിക നീക്കത്തിൽ കനത്ത സാമ്പത്തിക നഷ്ടം ഉണ്ടായതായാണ് കണക്കുകൾ. രാജ്യത്തിന്റെ പ്രതിരോധ മേഖലകളിൽ ഗുരുതരമായ ആശങ്കകൾക്കും യുദ്ധം ഇടയാക്കി. ഇതെല്ലാം ട്രംപിന് തിരിച്ചടിയായി മാറി. ഇസ്രയേലുമായി ചേർന്ന് ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ട്രംപിന്റെ തീരുമാനങ്ങൾക്കും പോളിസികൾക്കുമെതിരെ അമേരിക്കയിൽ ജനരോഷം ഇരമ്പുന്നത് ഇത് ആദ്യമൊന്നുമല്ല. ഒന്നാം ഭരണകാലത്തും ട്രംപിനെതിരെ 2 തവണ ഇംപീച്ച്മെന്റ് നടപടികളുമായി പ്രതിപക്ഷം രംഗത്ത് വന്നിരുന്നു. എന്നാൽ ആ 2 നീക്കങ്ങളെയും സെനറ്റ് അന്ന് തള്ളിക്കളയുകയായിരുന്നു.